ഹലോ ഗൈസ്, ഞാൻ നിലയുടെ അമ്മ. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇത് നമ്മൾ ദുബായ് വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്ന് ബുർജ് ഖലീഫയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെയുള്ള ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് വന്നത്. നെയ്റേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ആ തക്കാളി ചട്നി അതുപോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ എവിടെ പോവാ? ബുർജ് ഖലീഫയിൽ പോവാണ്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പ് കയറാൻ പോവാണ്. ബുർജ് ഖലീഫയുടെ 124 125 അവിടെ കയറും. എൻ്റെ അമ്മോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. റോഡ് മൊത്തം കണ്ടോ, കിടിലം ബിൽഡിങ്സ്. ഇതിൻ്റെ മണ്ടേ കയറിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ദുബായിലെ റോഡുകൾ, ബിൽഡിങ്സ് ഒക്കെ എൻ്റെ അമ്മ എന്തൊരു ഭംഗിയാണ്, എന്ത് വൃത്തിയാണ്. പിന്നെ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറണമെങ്കിൽ ദുബായ് മാളിൻ്റെ അകത്തൂടെ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുബായ് മാളിൻ്റെ അകത്താണ് പാർക്കിംഗ് ചെയ്തിട്ട് അവിടെ നിന്ന് LG പോകണം. LG എന്ന് പറഞ്ഞാൽ ലോവർ ഗ്രൗണ്ടിൽ. അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് നടന്നാലാണ് നമ്മൾ അറ്റ് ദ ടോപ്പിലേക്കുള്ള ഒരു പാസേജ് കിട്ടുള്ളൂ. ഇവിടെ ഉണ്ടോ എന്തുമാത്രം തിരക്കെന്നറിയാമോ? ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുള്ള നേരത്തെ തന്നെ ടിക്കറ്റ് കിട്ടി. നമ്മൾ ജസ്റ്റ് അകത്ത് കയറിയിട്ടുള്ള ക്യൂവേ ഉള്ളൂ. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നില്ല, പക്ഷേ അകത്ത് നല്ല ക്യൂ. അങ്ങനെ ക്യൂവിൽ വായി നോക്കി നിന്നപ്പോഴാണ് നമുക്ക് ഈ ടിക്കറ്റ് കിട്ടിയത്. ഏതോ ഒരു കുട്ടിയിൽ നിന്ന് കളഞ്ഞു പോയതാണ്. ഏതോ ഒരു കുട്ടിയല്ല, ഒരു ജപ്പാൻ ഫാമിലിയിലുള്ള ഒരു കുട്ടിയുടെ ആയിരുന്നു. പിന്നെ അവസാനം നമ്മളെ തിരിച്ചു കൊടുത്ത് പിന്നെ അവരെ നന്ദിയൊക്കെ കേട്ട് പിന്നെ നമ്മൾ വിട്ട്. പാവകളല്ലേ. അതൊക്കെ കേട്ടിരുന്നപ്പോഴാണ്ട് എൻ്റെ പെണ്ണ് അവിടെ കിടന്ന് ബഹളം. അവൾക്ക് ക്യൂവിൽ നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. പറയണേട്ട് അവൾ നടപ്പൊന്നും കുറവായിരുന്നു, ഫുള്ള് എടുപ്പുമായിരുന്നു. എന്നിട്ട് അവൾക്ക് വയ്യ. അപ്പം നമ്മുടെ വിശേഷം അവിടെ ഇരിക്കട്ടെ. ബുർജ് ഖലീഫയുടെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാലോ. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇൻ ദ വേൾഡ് നമ്മുടെ ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫയുടെ മീറ്റർ അളവ് അറിയാമോ? 828 മീറ്റർ ഉണ്ട്. മൊത്തത്തിൽ 2716.5 ഫീറ്റ്. അതാണ് സംഭവം. 163 ലെവലാണ് ഇതിനുള്ളതെന്ന് വെച്ചാൽ ഫ്ലോറുകൾ. 163 നിലകളുണ്ട്. 2004 പണി തുടങ്ങിയെങ്കിലും 2010 ഇത് തുറന്നത്. പിന്നെ ഇതിൽ ഒബ്സർവേഷൻ ഡെസ്ക് 3 നിലകളിലുണ്ട്. 125, 124, പിന്നെ 148. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. നമ്മൾ പോയത് 125 ഡെസ്കിലാണ്. അതാണ് അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും സ്പീഡിൽ പോണ ലിഫ്റ്റ് ഇവിടെയാണ്. 1 മിനിറ്റ് കൊണ്ടല്ലേ 125 നിലയിൽ വരെ പോണത്. ലിഫ്റ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയോ അടഞ്ഞില്ല. നമ്മൾ ഫ്ലൈറ്റിൽ പോണ അതേ എഫക്റ്റ്. രക്തം വരാത്ത ഭാഗ്യം. പിന്നെ ലിഫ്റ്റിൽ ഓരോരോ മീറ്റർ എത്തുമ്പോഴും ആ അളവൊക്കെ കാണിച്ച് അതെല്ലാം കണ്ട് സന്തോഷമായിട്ട് നമ്മളിതാ എത്തി. അങ്ങനെ 125 നിലയിലെത്തി. കാണാൻ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, കണ്ടോ ഇത് എന്തോന്ന് സാധനം. നമ്മളൊക്കെ മൊട്ടക്കാട് ബിൽഡിങ്സൊക്കെ ദാണ്ട് ഈ ബുർജ് ഖലീഫയെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറുത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടേ കയറാൻ പറ്റിയൊരു ഭാഗ്യം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്കാണെങ്കിൽ സന്തോഷമോ കരച്ചിലോ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. കാരണം പറഞ്ഞറിയിക്കാൻ വയ്യ. നോക്കിയാണ് ഒന്നാലോചിച്ച് ആ വ്യൂസ് നോക്കിയാണ്, എന്തുമാത്രം വ്യൂസ് കാണാൻ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളും സൂം ചെയ്ത് കാണാം. ഇതിൽ കൂടെ എവിടെയാണ് നമുക്ക് നോക്കേണ്ട അവിടെ സൂം ചെയ്ത് അവിടെ ഏതൊക്കെ ആൾക്കാരുണ്ടോ എന്തൊക്കെയുണ്ടോ നമുക്കെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സിസ്റ്റം ടെക്നോളജി വെച്ചേക്കണം. അടിപൊളി. പിന്നെ ഇതെല്ലാം കണ്ണും തള്ളി വായി നോക്കിയിരിക്കുകയാണ് എൻ്റെ ആമി. പിന്നെ അതിൽ കുറേ നേരം പണിതിട്ട് പിന്നെ നമ്മൾ എവിടെ ഇരുന്നാലും ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ കുറേ പട്ടി ഷോ കാണിച്ചതാ. കുറേ ഫോട്ടോസ് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. എൻ്റെ ക്യാമറമാൻ ആര്? പിന്നെ സ്വന്തമായിട്ട് ഭർത്താവുള്ളപ്പോൾ പിന്നെ വേറെ ക്യാമറമാൻ്റെ ആവശ്യം എന്താണ്? ഹലോ നില, നീ പിണക്കത്തിലാണ്? ക്യൂ നിന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ഏരിയ നിറച്ചുമായിട്ട് ഇങ്ങനെ ഓരോ ബുർജ് ഖലീഫയുടെ ഓരോ മൊമെൻറ്റ്സും വച്ചിട്ടുണ്ട്. അവിടെ എന്ന് പറയുമ്പം ഇങ്ങനെ മാഗ്നറ്റുകൾ, ഗ്ലാസ്സുകൾ, പെൻസില്, പെന്ന്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതും ബുർജ് ഖലീഫയും ദുബായുമായിട്ടുള്ളൊരു
ഓരോ സാധനങ്ങൾ കീ ചെയിൻസ് ആണ്, നല്ല നല്ല ഭംഗിയുള്ള ഓരോരോ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ എനിക്ക് ബേസിക്കലി തോന്നിയതൊക്കെ ജസ്റ്റ് കോസ്റ്റ്ലിയാണ്. ഒരു ചെറിയ ഐറ്റംസിന് 25 ദർഹത്തിനാണ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ കുറേ നോക്കിയപ്പം ചിക്കുവിന് ഇത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു മൊമെൻറ്റം പോലെ. പിന്നെ ഇത് ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പം നമ്മളിങ്ങനെ നടക്കാൻ പറ്റും, അതിൻ്റെ പുറത്തുകൂടെ നടക്കാൻ പറ്റും, ഓരോ ബിൽഡിങ്സിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഉണ്ടോ ക്രാക്ക് വരും. അപ്പം അത് ആർട്ടിഫിഷ്യലാണ്. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ജസ്റ്റ് ക്രാക്ക് വരുന്ന പോലെ ഒരു ഫീല് വരും. ആ സൗണ്ടൊക്കെ ആയിട്ട് നല്ല എഫക്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ട്, ബാഗുകൾ, ഓരോ കേസ്. അപ്പം നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് തിരിച്ച് വയ്ക്കുമായിരുന്നു. കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? നമ്മൾ എന്തായാലും വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് മണ്ടരാണ്. ജീവിതകാലം ഫുൾ ഓർക്കാൻ ഈ ഒരു ബുർജ് ഖലീഫ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഞാൻ വൈഫിന് വിട്ടേക്കുന്നു. കാണാൻ പ്രിറ്റിയാണ്. പ്രിറ്റി ഗോൾഡ് വേണം, സിൽവർ ഉണ്ട് അതിൻ്റെ. ഏതാണ്? സിൽവർ അല്ലേ സാധനം? ഇതാകുമ്പോൾ പൊടി അടിക്കില്ല. സ്വാമിക്ക് ഏത് വേണം? ഏത് കളർ? പക്ഷേ ഇതാണ് എറിക്കുന്നല്ലേ, അത് പെട്ടെന്ന് അറിയുന്നില്ല. പ്രിറ്റി. ഇവിടെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട്. നോക്ക്, ഇതൊക്കെ ക്രിസ്റ്റൽ ദുബായ് 259 നേരത്തെ അരച്ചില്ല. ഇതാ ഒരാൾ ഒരു സാധനം പൊക്കിക്കൊണ്ടെടുത്തോണ്ട് വന്നേക്കേണ്ടതാ. നമ്മള് എന്തായാലും വേൾഡിലെ ലാർജസ്റ്റ് ബിൽഡിംഗ് കീഴടക്കി. അതുകൊണ്ട് നമ്മള് ഒരു ബുർജ് ഖലീഫ വേണ്ടി ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വാങ്ങിക്കാന്നാണ് വിചാരിക്കണം. അപ്പം ശരി, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ. ഇത് നാട്ടിലുള്ള ഏകദേശം ഒരു 4000 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 4000 രൂപ കൊണ്ട് കളഞ്ഞിരാ. അങ്ങനെ നമ്മളത് ബില്ല് ചെയ്തിട്ട് നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന 125ാമത്തെ നിലയിലും നമ്മൾ പോകുന്നത് 124ാമത്തെ നിലയിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ ഏരിയയാണ്. നമ്മൾ ഇത്രയും നേരം നിന്നത് ക്ലോസ്ഡ് ഏരിയ ആയിരുന്നു. അപ്പം മറ്റേത് കുറച്ചും കൂടെ ഓപ്പൺ ഏരിയ, കുറച്ച് കാറ്റോട്ടൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളൊരു ഉച്ച ടൈമാണ് നമ്മൾ പോയത്. അപ്പം അപ്പോഴും നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല വ്യൂ ഒക്കെ ആയതുകൊണ്ട് ഞാനും അമ്മയൊക്കെ കുറേ നേരം അവിടെ ഇരുന്ന് ചിന്തിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമി വയലൻ്റ് ആവാൻ തുടങ്ങി. പിന്നെ ആ കരച്ചിലായി, വിളിച്ചിലായി, പിന്നെ ആ ഫോൺ വേണമെന്നായി. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചൊക്കെ നിർത്തി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് തിരിച്ചിറങ്ങി. ഇനി നെക്സ്റ്റ് തിരിച്ചിറങ്ങാനുള്ള ക്യൂ. ഇനി തിരിച്ചിറങ്ങാനുള്ള ക്യൂവിലാണ് നമ്മൾ ഇനി നിൽക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ. ഇതാണ് ദുബായ് ഫൗണ്ടൻ. ഇപ്പം മെയിൻ്റനൻസ് കാരണം ക്ലോസ് ചെയ്തേക്കുക, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് തിരിച്ചിറങ്ങാൻ നേരത്തുള്ള ലിഫ്റ്റാണ്. ബുർജ് ഖലീഫയുടെ ലൈറ്റ് എഫക്ട്സും എല്ലാം കൂടെ കാണിച്ചിട്ട് നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. ഈ ലിഫ്റ്റ് കയറി നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ചെവി ഭയങ്കരമായിട്ട് അടയുന്നു. അത്രയും സ്പീഡിൽ അത്രയും നില പോലെ 125 നിലയെന്ന് പറയുമ്പോൾ നമ്മൾ പോയി 125 നിലയാണ്. അതുകൊണ്ട് ചെവി നന്നായിട്ട് അടയും അല്ലേ. അങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായ് മാളിലോട്ടാണ് പോകുന്നത്. നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ബാഗിൽ വെച്ചായിരുന്നു, അതെല്ലാം അവിടെ പിടിച്ചു വെച്ചു. ഒന്നും മണ്ടയിൽ അലോട്ടല്ല. സോ വരുന്നവർ ശ്രദ്ധിക്കുക. ഇത് ദുബായിയുടെ ബുർജ് ഖലീഫയുടെ ഓരോ ഇതാണ് കേട്ടോ. ഇനി നമ്മൾ വന്ന വഴി അത്രയും തിരിച്ചു പോകണം. തിരിച്ചിനി നമ്മൾ നേരെ എത്താൻ പോകുന്നത് ദുബായ് മാളിലേക്കാണ്. ഇനി നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നത് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബാഗ് അവിടെ കൊടുത്തിട്ടാണ് വന്നത്. ഇനി ബാഗ് എടുത്തിട്ട് വേണം വല്ലതൊക്കെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ നഗറ്റ്, സാൻഡ്വിച്ച്, അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കഴിക്കും. ഇനി ദുബായ് മാളുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.